നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമുക്ക് ഈ ജോയിൻറ്റ് വേദനയൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കടുക് എന്ന് പറയുന്നത്. കടുകിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഈ ഒരു ജോയിൻറ്റ് കംപ്ലയിൻറ്റ് മാത്രമല്ല യൂസ് ചെയ്യുക. അപ്പം നമുക്കിന്ന് പ്രധാനമായിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. അപ്പം കടുകിനെ ആയുർവേദത്തിൽ സർഷഭ എന്നൊക്കെ പറയാറുണ്ട്. കടുകിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഇൻറ്റേർണലി ആണെങ്കിൽ, അതായത് ഉള്ളിലോട്ട് എടുക്കുന്നതിനും നല്ലതാണ്. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് അപ്ലിക്കേഷനും കാര്യത്തിനൊക്കെ നമ്മൾ കടുക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ നോർമലി വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന വേദനയ്ക്കൊക്കെ കൊട്ടൻ ചുക്കാദി തൈലം, അതുപോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് രാസ്നാദി തൈലം, ഇങ്ങനെയുള്ള തൈലങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു സർഷഭ അഥവാ കടുക് എന്ന് പറയുന്നത്. സർഷഭ തൈലം സെപ്പറേറ്റ് ആയിട്ട് അതും ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു വേദന കുറയ്ക്കുക, അതുപോലെ തന്നെ നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ള ഫങ്ഷൻസൊക്കെ ഇതിന് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെയുള്ള കാര്യത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മളിത് കറിയിൽ പൊട്ടിച്ചിട്ടിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ്, ഈ കടുക് പൊട്ടിച്ചിട്ട് കറിയിട്ട് കഴിക്കുന്നത്. അപ്പം അത് നമ്മൾ ഈ ഓയിലിനകത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് കഴിക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അല്ലാത്ത കേസുകളിലൊക്കെ ഇപ്പം ഡൈജസ്റ്റീവ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടോ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ദഹനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കടുക് അല്ലാതെ തന്നെ പച്ചയോടുകൂടി തന്നെ യൂസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു മരുന്നാണ് കടുക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വയറ് വല്ലാതെ ചാടി ബ്ലോട്ടിംഗ് ഒക്കെ വന്ന് കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് കടുക് കഴിക്കുന്നത് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നോക്കുന്ന സമയത്ത് ഇതെങ്ങനെ എടുക്കണം എന്ന് നമുക്ക് നോക്കിയാൽ കൂടുതലായിട്ട് നമുക്കിത് ബട്ടർ മിൽക്ക് അഥവാ മോരിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വറുത്തിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുത്തിട്ട് മോരിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഈ ഒരു വയറ് വീർത്ത് ഈ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഒക്കെ നമുക്ക് കൂട്ടും. അതുപോലെ തന്നെ നല്ലൊരു അപ്പറ്റൈസറാണ്. അപ്പറ്റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കൂട്ടുന്നു. അപ്പോൾ വിശപ്പില്ലാത്ത വ്യക്തികളിലൊക്കെ ആണെങ്കിൽ വിശപ്പ് കൂട്ടാനും ഇത് നമുക്ക് ഇങ്ങനെ ബട്ടർ മിൽക്കിനകത്ത് പൊടിച്ചിട്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും, കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതൊരു അനാൾജസിക് ആണ്. ഇത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പെയിൻ കില്ലർ എന്ന രീതിയിൽ. അപ്പോൾ ഇതൊരു അനാൾജസിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻറ്റി മൈക്രോബിയലാണ്. ഈ മൈക്രോബ്സ് ചെറിയ ചെറിയ ബാക്ടീരിയാസ് കാര്യത്തിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആൻറ്റി മൈക്രോബിയലാണ്. പിന്നെ ഒരു ലാക്സറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലാക്സറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടുക് എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസൊക്കെയാണ് കടുകിന് കൂടുതലായിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പല കാര്യത്തിനും ഇപ്പോൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും നമുക്കിത് യൂസ് ചെയ്യാം, ഇൻറ്റേർണലി മാത്രമല്ല. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഈ ജോയിൻറ്റ് പെയിൻ, നീര് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ കടുക് അരച്ചിട്ട് തേച്ച് കൊടുക്കുന്നതൊക്കെ ഈ ഒരു വേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര റെഡ്നെസ്സും നല്ല രീതിയിൽ സ്വെല്ലിങ്ങും ഒക്കെ ആണെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ അസിഡിറ്റി പോലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. ബ്ലീഡിങ് പൈൽസ്, അങ്ങനെ ബ്ലീഡിങ് പൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് കടുക് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ പ്രധാനമായിട്ടും കടുക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ കടുകിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത്. ഇപ്പം ഒരുപാട് കാലമായിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് കടുക് മാത്രം കഴിച്ചിരിക്കേണ്ട, അതിൻ്റെ കൂടെ തന്നെ അതിലുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി എടുക്കണം. ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ ബുദ്ധിമുട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ട് വരും, ബ്ലോട്ടിങ്, വയറിങ്ങനെ തള്ളി നിൽക്കും, ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെയാണ് ആളുകളിൽ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ജീരകം വറുത്തിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും. അപ്പോൾ അതും നല്ലതാണ്, അതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വയറിന് പിടിക്കാതെ അതിൻ്റെ ഭാഗമായിട്ട് ഗ്യാസൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിട്ടോ ഒക്കെ ചുട്ടിട്ട് കഴിക്കുന്നതൊക്കെ അല്ലെങ്കിൽ വെറുതെ കടിച്ച് ചവച്ച് തിന്നുന്നതും നല്ലതാണ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾക്ക് അവർ പതിവിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കഴിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം
ഈ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നത്. ചില ആളുകൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കഴിക്കുന്നവരുണ്ട്. അപ്പം അതും ഒരു ഗ്യാസിന് വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നം വന്നതെങ്കിൽ ആ ഒരു കാരണം നിങ്ങൾ മാറ്റി വെക്കണം. അപ്പം അതാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു ജോയിൻറ്റ് കംപ്ലയിൻസിന് ഇത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ജോയിൻറ്റ് കംപ്ലയിൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാതെ വരുന്ന സന്ധിവേദനകൾക്കാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ആമവാദ കണ്ടീഷനിലാണെങ്കിൽ നമുക്കറിയാം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ടെമ്പറേച്ചറും റെഡ്നെസ്സും ഭയങ്കര നല്ല രീതിയിൽ സ്വെല്ലിങ്സും ഒക്കെ ജോയിൻസിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇത് പാടില്ല, ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നതും പ്രശ്നം തന്നെയാണ്. അപ്പം ഓയിൽ മസാജ് ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം. അപ്പം ഇതിപ്പം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സന്ധിവേദനയാണ്, അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചിലപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ വരുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്തിട്ട് നീര് വന്നതാണ്, അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ജസ്റ്റ് അരച്ചിട്ട് നിങ്ങൾ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമവാദമൊക്കെ ആണെങ്കിൽ നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം, സിംറ്റംസും കാര്യങ്ങളും മനസ്സിലാക്കി അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞു തരുന്ന ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനെയുള്ള കേസുകളിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ല. അത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ നല്ലൊരു വിശപ്പ് കൂട്ടുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വിശപ്പ് കൂട്ടുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി ജസ്റ്റ് വറക്കുക, പൊടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബട്ടർ മിൽക്കിൽ നമ്മുടെ മോരിനകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നമ്മുടെ ഒരു അപ്പറ്റൈസിങ് അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു വിശപ്പ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തടി കൂട്ടാൻ വളരെ മെലിഞ്ഞിരിക്കുന്ന വ്യക്തികൾ ഒട്ടും തന്നെ തടി വെക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വിശപ്പ് വരുന്നില്ല, കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറയുന്നു, ഇങ്ങനെ കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രധാനമായിട്ടും നമ്മൾ കടുകിനെ നോക്കുന്ന സമയത്ത് ഇത് വാതകഫദോഷത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, പിത്തദോഷത്തിന് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നമുക്കൊരു ബേണിംഗ് പോലെ, അത് പിത്തദോഷം കൂടുമ്പോഴുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം വാതകഫത്തിന് അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജോയിൻറ്റ് കംപ്ലയിൻസിനും കാര്യത്തിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം, ഇതൊരു അനാൽജസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റീം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ സൈനസൈറ്റിക് ഹെഡേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റീം എടുക്കാറുണ്ട്. അങ്ങനെ സ്റ്റീം എടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിനകത്തോട്ട് ഇത് ജസ്റ്റ് ചതച്ചിട്ട് വെള്ളത്തിലിടുമ്പം നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു തീഷ്ണ ഗുണം കിട്ടും. തീഷ്ണ ഗുണം കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കഫമൊക്കെ ഇളകി വരാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റീം ഇൻഹലേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീര്യം, അതുപോലെ ഉഷ്ണവീര്യമൊക്കെയാണ്, കുറച്ചൊരു ഉഷ്ണമായിട്ടുള്ള, അത് കുറച്ചൊരു എന്താണ് ഇപ്പം പറയുക, ഭയങ്കര ഇതിൻ്റെ ഒരു ടേസ്റ്റും അതെന്നൊക്കെ പറയുന്നത് ഒരു പഞ്ചൻ ടേസ്റ്റായിട്ട് നമുക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുന്നത് നമ്മളത് കടിച്ചു കഴിഞ്ഞാലും. അപ്പം ആ ഒരു ഗുണം കൊണ്ടാണ് എന്ത് പറയുന്നത്, ഇത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഫങ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഫങ്ഷൻ ഇതിന് ശരീരത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. അതായത് അറിവില്ലാതെ ഒരുപാട് വാരി യൂസ് ചെയ്യാൻ പാടില്ല, അത് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, പിത്തം കൂടുകയാണ് ചെയ്യുക ശരീരത്തിനകത്ത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ മെയിനായിട്ടും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ കടുകിനെ കുറിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞ കണ്ടീഷനിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ജോയിൻറ്റ് കംപ്ലയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.